വിശദമായ വാർത്തകളിലേക്ക്. നേപ്പാളിൽ വിമാന ദുരന്തം. ജീവനക്കാരും യാത്രക്കാരും ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന 72 പേരും കൊല്ലപ്പെട്ടു. കാഠ്മണ്ഡുവിൽ നിന്ന് പോഖ്രയിലേക്ക് വന്ന വിമാനം ലാൻഡിംഗിനിടെ തകർന്നു വീഴുകയായിരുന്നു. മരിച്ചവരിൽ 5 പേർ ഇന്ത്യക്കാരാണ് എന്നുള്ള വിവരം കൂടി വരികയാണ്. गाडी पटनमा हो आज भर्खरै एकदम दुःखद घटना भयो। नाति 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 ए नाति 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 भाइ ए भाइ आरामले 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 नाति भाइ तिमी पानी हाल्ने पानी 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 यति एयरलाइन्स गयो सबै हेर्न पोखरामा यति एयरलाइन्स गयो यति रहेछ यति यति रहेछ മനു ഭരത വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. മനു, ഏറെ ദുഃഖകരമായ വാർത്ത. നേപ്പാളിൽ വിമാന ദുരന്തത്തിൽ 68 യാത്രക്കാരും 4 ജീവനക്കാരും അടക്കം 72 പേരും വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് നമുക്ക് മുന്നിലുള്ളത്. അതിൽ ഇപ്പോൾ 5 ഇന്ത്യക്കാരും ഉൾപ്പെടുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇത് സ്ഥിരീകരിക്കാനാകുമോ? എന്തൊക്കെ മറ്റു പുതിയ വിവരങ്ങളാണ് മനുവിന്റെ പക്കലുള്ളത്? 5 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത സ്ഥിരീകരിച്ചിരിക്കുന്നു. 10 നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം നേപ്പാളിൽ നിന്ന് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള 10 പേരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 5 പേർ ഇന്ത്യക്കാരാണ്, മറ്റ് 5 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. 68 യാത്രക്കാർ മൊത്തം വിമാനത്തിൽ ഉണ്ടായിരുന്നു. ഇതുകൂടാതെ 4 ക്രൂ അംഗങ്ങളുണ്ടായിരുന്നു. 2 പേർ ഇതിൻ്റെ പൈലറ്റ് ആയിരുന്നു. മഞ്ജുങ് അതുപോലെ അൽമാഗൂർ എന്നീ 2 പേരാണ് ഈ വിമാനം നിയന്ത്രിച്ചിരുന്നത്. ഇതുകൂടാതെ ഇതിൻ്റെ ക്രൂ അംഗമായിരുന്ന കമാൽ അഞ്ജു കത്തിവാട എന്നീ 2 പേരും ഈ വിമാനത്തിലുണ്ടായിരുന്നു. ഇതുകൂടാതെ ഈ 68 യാത്രക്കാരിൽ 2 കുഞ്ഞു കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നു. അങ്ങനെ പക്ഷേ ആരെയും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. വിമാനം പോഖ്രയിലേക്ക് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന പോഖ്ര അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അപകടം ഉണ്ടായത്. പഴയ വിമാനത്താവളത്തിന് സമീപത്ത് പഴയ വിമാനത്താവളത്തിനും പോഖ്ര അന്താരാഷ്ട്ര വിമാനത്താവളത്തിനും ഇടയിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുമ്പ് നേരത്തെ തന്നെ ഈ വിമാനവും അതുപോലെ ഈ കൺട്രോൾ റൂമുമായുള്ള ബന്ധം നിലച്ചിരുന്നു. പിന്നീട് വിമാനം ഇടിച്ചിറങ്ങുകയാണ് എന്നാണ് വ്യക്തമായത്. ഈ പ്രദേശത്തേക്ക് പെട്ടെന്ന് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും അതുപോലെ ഈ രക്ഷാപ്രവർത്തകർക്കും പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ഏതായാലും വിമാനം പെട്ടെന്ന് തന്നെ വിമാനത്തിൽ അഗ്നിബാധയുണ്ടായി. വലിയ തോതിൽ പുക ഉയർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. രക്ഷാപ്രവർത്തകർക്ക് അങ്ങോട്ട് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തകർ ഏറെ ശ്രമകരമായി. പിന്നീട് അവിടെ ചെന്ന് തീ അണയ്ക്കുകയും നോക്കുമ്പോൾ തന്നെ മൃതദേഹങ്ങൾ പുറത്ത് എടുക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. ആരെങ്കിലുമൊക്കെ രക്ഷിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് സാധ്യമാകില്ല എന്നൊരാശങ്ക അവിടെ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തു. പ്രാദേശിക മാധ്യമങ്ങൾ ഇത് വലിയ അപകടമാണെന്ന് ഉള്ള വിവരങ്ങൾ പുറത്തുവിട്ടതോടുകൂടി ലോകം തന്നെ അത് ഒരു നടുക്കത്തോടു കൂടിയാണ് അത് മനസ്സിലാക്കിയത്. ഏതായാലും ഈ നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 30 വർഷമായി 27 പ്രധാന വിമാന അപകടങ്ങൾ ഉണ്ടായ ഒരു നാടുകൂടിയാണ് എന്ന് നാം മനസ്സിലാക്കണം. കഴിഞ്ഞ വർഷം മെയ്യിൽ ഇതുപോലെ ഈ പോഖ്രയിൽ തന്നെ ഒരു വിമാനാപകടം ഉണ്ടായി. അവിടെ 22 പേരുടെ ജീവനാണ് അന്ന് ആ അപകടത്തിൽ നഷ്ടമായത്. അപ്പോൾ ആളപായങ്ങൾ ഉണ്ടാകുന്ന വിമാന അപകടങ്ങൾ നേപ്പാളിൽ കഴിഞ്ഞ 30 വർഷത്തിൽ 27 തവണ ഉണ്ടായി എന്നത് വലിയ ആശങ്കയ്ക്ക് ഇട നൽകുന്നു. ഈ 5 ഇന്ത്യക്കാരെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾക്ക് പ്രധാനമായി അറിയേണ്ടത്. അതിനുള്ള നടപടികൾ രാജ്യം ആരംഭിച്ചിരിക്കുന്നത്. ജ്യോതിരാജ് സിന്ധ്യ അദ്ദേഹത്തിൻ്റെ ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം
ഇന്ത്യ ഈ ഒരു അപകടഘട്ടത്തിൽ നേപ്പാളിനോടൊപ്പം നിൽക്കും എന്നാണ് നാം കരുതേണ്ടത്. അവർക്കുള്ള സഹായങ്ങളും നൽകും എന്നും നാം കരുതുന്നു. ഏതായാലും നേപ്പാൾ മുഖ്യമന്ത്രി പുഷ്പ കമാൽ അടിയന്തരമായ മന്ത്രിസഭാ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു. തുടർ നടപടികളെക്കുറിച്ച് ആലോചിക്കാനുള്ള ഒരു യോഗം അവിടെ പുരോഗമിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഈ കുട്ടികൾ ഉൾപ്പെട്ട ഒരു വിമാന യാത്രികരാണ് മരിച്ചത് എന്നത് ഇതിൻ്റെ നടുക്കം വർദ്ധിപ്പിക്കുന്നു. കുട്ടികൾ ഉണ്ടായിരുന്നു, വളരെ കുഞ്ഞു കുട്ടികൾ ഈ വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. സ്ത്രീകളും പുരുഷന്മാരും എല്ലാമുള്ള ഒരു യാത്രികരുടെ ഒരു സംഘമാണ് ഈ അപകടത്തിൽ പെട്ടിട്ടുള്ളത്. ഈ പുക ഇങ്ങനെ പടർന്നത് കൊണ്ടായിരിക്കണം പ്രധാനമായും ഈ രക്ഷാ ദൗത്യം വളരെ ദുഷ്കരമായത്. ഏതായാലും വിമാനം ഈ ഇറങ്ങാൻ ശ്രമിക്കുന്നതിന് മുമ്പാണ് ഈ അപകടത്തിനുള്ള കാര്യം ഉണ്ടായത്. ഏതായാലും ഇത് ഒരുപക്ഷെ എന്തുകൊണ്ടാണെന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത വന്നിട്ടില്ല. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഈ ലാൻഡിങ്ങിൽ ഉണ്ടായ തകരാറാണോ അല്ലെങ്കിൽ ഈ വിമാനത്തിനകത്തുണ്ടായ സാങ്കേതികമായ പ്രശ്നങ്ങളാണോ എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടത്. ഏതായാലും അത് അധികം വൈകാതെ പുറത്തുവരും. ആദ്യഘട്ടത്തിലൊക്കെ നൽകിയ പ്രാധാന്യം ഈ വിമാനത്തിനകത്ത് നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു. ഇനി അത് പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കും. ഒരാളെ പോലും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും മറ്റ് കാരണങ്ങളെ സംബന്ധിച്ചുള്ള ഇനി എന്തുകൊണ്ട് ഈ വിമാനം അപകടമുണ്ടായി, ഏത് തരത്തിലുള്ള പിഴവുകൾ ആണ് സാങ്കേതികമായി ഉണ്ടായത്, കാലാവസ്ഥ എന്ത് പങ്കുവഹിച്ചു തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഇനി മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും ആരെയും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നത് നമ്മുടെ ഈ ഈ അപകടത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ആരെയും രക്ഷിക്കാൻ കഴിഞ്ഞില്ല, അതുപോലെ ഈ രക്ഷാ സംഘത്തിന് അങ്ങോട്ടേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല തുടങ്ങിയ കാര്യങ്ങൾ ആണ് വളരെ ഗൗരവതരമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്. മാത്രവുമല്ല, തുടർച്ചയായി ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നു എന്നത്, പ്രത്യേകിച്ച് ഈ വ്യോമയാന മേഖല എന്നത് വളരെ ഗൗരവത്തോടു കൂടി കാണുകയും സുരക്ഷാ സംവിധാനങ്ങൾ വളരെ കർശനമാക്കുകയും ചെയ്യേണ്ട ഒരിടമാണ്. നമുക്ക് വിമാനയാത്രകളിലൊക്കെ അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കാരണം വളരെ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ വളരെ കൃത്യമായി പാലിക്കുന്ന ഒരു രീതിയൊക്കെ ആണ് ഈ വ്യോമയാന രംഗത്തുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ നേപ്പാൾ അതിൽ വലിയ പിഴവ് വരുത്തിയെന്ന് വേണം കരുതാൻ. കാരണം തുടർച്ചയായ അപകടങ്ങൾ ഉണ്ടാകുന്നത് ഗൗരവമായി എടുക്കാതെ ഇനി മുന്നോട്ട് പോകാനാകില്ല. വലിയ വിമർശനങ്ങൾക്ക് ഇത് വഴിവെക്കും. നേപ്പാൾ ഈ നാടിനെ നടുക്കിയിരിക്കുന്നു. ലോകം മുഴുവൻ ഇത്തരം ഒരു അപകടത്തെ സംബന്ധിച്ച് വളരെ സഗൗരവം ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത്. തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർച്ചയായി അപകടങ്ങൾ, ഇത്തരത്തിലുള്ള വിമാന അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായി നേപ്പാൾ മാറുന്നു. എന്തായാലും വളരെ വലിയ ദുഃഖം നിറഞ്ഞ വാർത്തയാണ് ഈ നിമിഷം നമുക്ക് മുന്നിലുള്ളത്. 72 പേരാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അവരിൽ ആരെയും തന്നെ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വാർത്തയാണ് ഉള്ളത്. 72 പേരും കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളും ഉൾപ്പെടുന്നു എന്നുള്ളതും ഏറെ ദൗർഭാഗ്യകരം. 5 ഇന്ത്യക്കാർ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായി നമുക്ക് മുന്നിൽ ഉള്ളത്. ഇത് ഏത് സംസ്ഥാനത്തു നിന്നുള്ളവരാണ്, ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ വിവരങ്ങൾ ഈ നിമിഷം ലഭ്യമല്ല. അത് വരും മണിക്കൂറുകളിൽ ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ വലിയൊരു സുരക്ഷാ വീഴ്ച ഈ ഒരു മേഖലയിൽ നേപ്പാളിൽ ഉണ്ട് എന്നുള്ളതിൽ തർക്കമില്ലാതെ അത് കൂടുതൽ അടിവരയിടുന്ന ഒരു സംഭവമായി ഈ ഒരു വിമാന ദുരന്തം കൂടി മാറിയിരിക്കുന്നു മനു, അല്ലേ? എന്തായാലും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ അവിടെ അടിയന്തര യോഗം ചേരുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം എന്താണ് ഈ ഒരു അപകടത്തിന് കാരണം എന്നുള്ളത് മനസ്സിലാകും. എഞ്ചിൻ തകരാറാണോ, പ്രതികൂല കാലാവസ്ഥയാണോ എന്നുള്ളതൊക്കെ മനസ്സിലാകും. ഇപ്പോൾ ഈ യതി എയർലൈൻസിന്റെ വിമാനമാണല്ലേ തകർന്നു വീണിട്ടുള്ളത്? അതെ, എതി എയർലൈൻസിൻ്റെ ATR 72 ഇനത്തിൽപ്പെട്ട വിമാനമാണ് ഈ അപകടത്തിൽ പെട്ടിരിക്കുന്നത്. ഈ വിമാനത്തിൽ 72 ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉള്ളൊരു വിമാനമാണ്. ഈ വിമാനം സാധാരണഗതിയിൽ എന്താണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാൻ ഉള്ള കാരണം എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങളിൽ നിന്ന് മാത്രമേ അത് വ്യക്തമാവുകയുള്ളൂ. ഏതായാലും വിമാനം ഇറങ്ങാൻ ശ്രമിക്കുന്നൊരു ഘട്ടത്തിലാണ് അപകടമുണ്ടായത് എന്നതാണ്. അത് സാങ്കേതിക തകരാറാണോ അതോ മറ്റ് എന്തെങ്കിലും പ്രായോഗികമായ പ്രശ്നങ്ങളാണോ, കാലാവസ്ഥയാണോ എന്നതാണ് നാം ഉറ്റുനോക്കുന്നത്. കാരണം ഈ പൊതുവെ ഉത്തരേന്ത്യയിൽ അതിശൈത്യമൊക്കെ ഉള്ളൊരു സാഹചര്യം, കാറ്റും ശൈത്യവുമൊക്കെ ഉള്ളൊരു സാഹചര്യം. അപ്പോൾ പല വിമാനത്താവളങ്ങളിലും ഇപ്പോൾ പല തരം കാലാവസ്ഥകളിൽ ഇറങ്ങാൻ കഴിയുന്ന വിമാനങ്ങളെ ഇറക്കാൻ കഴിയുന്ന സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ
ഉൾപ്പെടുത്തിയാണ് വിമാനത്താവളങ്ങളിൽ അതിൻ്റെ സാങ്കേതിക വിഭാഗം മുന്നോട്ട് പോകുന്നത്. ആ നിലയ്ക്ക് തന്നെയാണോ ഈ പോക്ര വിമാനത്താവളത്തിൽ ഉള്ള സജ്ജീകരണങ്ങൾ എന്നെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്ത് വരേണ്ടതുണ്ട്. ഏതായാലും പോക്ര ഒരു വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണെന്നാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. അവിടേക്ക് ഈ സഞ്ചാരികളായ ആളുകൾ കാഠ്മാണ്ഡുവിൽ നിന്ന് പോക്രയിലേക്ക് എത്താറുണ്ട്. കാഠ്മാണ്ഡുവിലേക്ക് എത്തുന്ന സഞ്ചാരികൾ പലരും പോക്രയിലേക്ക് എത്താറുണ്ട്. അങ്ങനെ ടൂറിസ്റ്റുകൾ ആയ ആളുകൾ അവിടെ കൂടുതൽ ഈ വിമാനത്തിൽ നിന്നുള്ള ഒരു വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഈ കാഠ്മാണ്ഡുവിൽ നിന്ന് പറന്നു പൊങ്ങിയ വിമാനം ലാൻഡിങ്ങിന് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ ഈ കൺട്രോൾ റൂമുമായുള്ള ബന്ധം നഷ്ടമായിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയോ സാങ്കേതികമായ പിഴവുകൾ സംഭവിച്ചിരിക്കുന്നു. ലാൻഡിങ്ങിന് ഇടയിൽ എന്ത് പ്രയാസം സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ വിശദമായി ഇനിയൊരു പരിശോധനയ്ക്ക് വിധേയമാക്കണം. നേപ്പാൾ ഇത് വളരെ ഗൗരവമായി തന്നെ ഇനി എടുത്തേ മതിയാകൂ എന്നാണ് നമുക്ക് തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരം അനുസരിച്ച് ഈ ആഭ്യന്തര വിമാനത്താവളം ഏറ്റവും പുതുതായി നിർമ്മിച്ചതാണ്. ഈ പ്രവർത്തനം ആരംഭിച്ച് 15ാം ദിവസമാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇന്നിപ്പോ ഒരു 200 കിലോമീറ്റർ ഡിസ്റ്റൻസിലേക്ക് മാത്രം സഞ്ചരിച്ച ഒരു വിമാനമാണ് അല്ലെ. കാഠ്മണ്ഡുവിൽ നിന്ന് പോഖ്രയിലേക്ക് വന്നു. ഏകദേശം 30 മിനിറ്റ് മാത്രം ദൈർഘ്യമേറിയ ഒരു യാത്രയിലാണ് 20ാമത്തെ മിനിറ്റ് ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്. രാവിലെ 9:50 ഈ ഒരു വിമാനവുമായുള്ള ആശയവിനിമയം നഷ്ടമാകുന്നു. അങ്ങനെയാണ് ആ ഒരു അപകടം സംഭവിക്കുന്നത് അല്ലേ? അതെ, വളരെ ചെറിയൊരു ദൂരം ആണ് എന്നതിൽ ശ്രദ്ധേയമാണ്. ചെറിയൊരു ദൂരത്തേക്ക് ഉള്ള ഒരു ഫെസിലിറ്റിയാണ്, ഈ ഫ്ലൈയിങ് ഫെസിലിറ്റിയാണ് കാഠ്മാണ്ഡുവിൽ നിന്ന് പോഖ്രയിലേക്കുള്ളത്. ഈ സഞ്ചാരികൾക്കൊക്കെ വളരെ ഉപകാരപ്രദമായൊരു യാത്രയായിരിക്കാം അത്. അതുപോലെ ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ സഞ്ചരിക്കുന്നവർക്കൊക്കെ ഉള്ളൊരു സൗകര്യമായിരിക്കാം ഇതുവഴി ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ അരമണിക്കൂർ കൊണ്ട് പറന്നിറങ്ങാവുന്ന ഒരു ദൂരത്തേക്ക് ഒരു വിമാനം സർവീസിന് കുറെ കൂടെ സുരക്ഷിതത്വം ഉണ്ടാകണം എന്നാണ് കരുതേണ്ടത്. കാരണം പ്രത്യേകിച്ച് ഈ വിമാനം ലാൻഡിങ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത് നേപ്പാളിൽ സാധാരണയാണ്. അപ്പോൾ ഈ പുതിയ വിമാനത്താവളത്തിലും പോക്ര ഇന്റർനാഷണൽ എയർപോർട്ടിലും അത്തരത്തിൽ ഈ മൾട്ടി വെതർ സിറ്റുവേഷൻസിൽ ഈ വിമാനം ഇറക്കാൻ കഴിയുന്ന എന്തൊക്കെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നത് വളരെ ഇനി ഗൗരവത്തോടുകൂടി അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഇത്തരം പ്രതികൂല കാലാവസ്ഥ ഉള്ള ഇടങ്ങളിൽ അത് ഈ വിമാനങ്ങൾ ഇത്തരം വ്യത്യസ്ത കാലാവസ്ഥകളിൽ ഒക്കെ ഇറങ്ങാൻ കഴിയും. ശരി മനോഭരത്തിലേക്ക് ഞാൻ എത്താം. ഇപ്പോൾ നമ്മുടെ ന്യൂസ് 18 CNN ന്യൂസ് 18ന്റെ പ്രതിനിധി ഷെറിൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷെറിൻ എലിസബത്ത്. ഷെറിൻ, വളരെ വലിയൊരു അപകടമാണ് സംഭവിച്ചിട്ടുള്ളത്. യാത്രക്കാരെ ആരെയും തന്നെ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. 72 പേർ കൊല്ലപ്പെട്ട ഒരു ദാരുണമായ സംഭവം. ഈ ഒരു അപകടത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഇത് അൺഫോർച്ചുനേറ്റ് ആണ്. ഇപ്പം ഏകദേശം ഞങ്ങളുടെ സോഴ്സസ് പറയുന്നത് ഒരു 53 ലോക്കൽ നേപ്പാളി സിറ്റിസൺസ് ഉണ്ടായിരുന്നു ഈ ഫ്ലൈറ്റിനകത്ത്. 5 ഇന്ത്യൻസ് ഉണ്ടായിരുന്നു, 4 റഷ്യൻസ് ഉണ്ടായിരുന്നു, ഒരു ഐറിഷ് സിറ്റിസൺ ഉണ്ടായിരുന്നു, 2 കൊറിയൻ ആൻഡ് 1 അർജന്റീനിയൻ സിറ്റിസൺസ് ആയിരുന്നു ഓൺ ബോർഡ് ഈ ഫ്ലൈറ്റിൽ. ഇതാണ് എയർപോർട്ട് അതോറിറ്റി, നേപ്പാൾ എയർപോർട്ട് അതോറിറ്റി ഇപ്പം ലിസ്റ്റ് പുറത്താക്കിയപ്പോൾ ഇവർ പറയുന്നത് 53 ലോക്കൽ നേപ്പാളി സിറ്റിസൺസും 5 ഇന്ത്യൻസും ഈ ഫ്ലൈറ്റിനകത്ത് ഉണ്ടായിരുന്നു. റീസൺ കാരണം പറയുന്നത് എന്താ പറഞ്ഞാൽ ഒരു ഡിഫിക്കൽട്ട് എയർപോർട്ടാണ്. ഇതിനകത്ത് എപ്പോഴും ഒരു ഷാർപ്പ് ലാൻഡിംഗ് ആണ് എപ്പോഴും ഉണ്ടാകുന്നത്. പക്ഷെ കാലാവസ്ഥ സ്യൂട്ടബിൾ അല്ലായിരുന്നു. അതനുസരിച്ച് ഒരു ഡിഫിക്കൽട്ട് ലാൻഡിംഗ് ചെയ്തിട്ടാണ് ഒരു ക്രാഷ് ഉണ്ടായത്. അത് കഴിഞ്ഞ് നമ്മളിപ്പം നോക്കുന്നത് ഒരു എമർജൻസി മീറ്റിംഗ് നേപ്പാൾ പ്രൈം മിനിസ്റ്റർ വിളിച്ചിട്ടുണ്ട്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൂടെ എന്താണ് കാരണം, എന്തുവായിരുന്നു എക്സാക്ട് റീസൺ ഇങ്ങനൊരു ലാൻഡിംഗ് ഉണ്ടാവാൻ, അതൊക്കെ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് പറയുന്നത്. ഈ കൗൺസിൽ ഒരു എമർജൻസി മീറ്റിംഗ് എല്ലാ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും പ്രൈം മിനിസ്റ്ററും ഓഫ് നേപ്പാൾ ഈ മീറ്റിംഗിനകത്ത് കാണുന്നതാണ് പറയുന്നത്. പക്ഷെ ഇപ്പം എയർപോർട്ട് അതോറിറ്റിയുടെ ഇൻഫർമേഷൻ അനുസരിച്ച് 23 ലോക്കൽ നേപ്പാളീസ് ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്നു, 5 ഇന്ത്യൻ സിറ്റിസൺസ് ഉണ്ടായിരുന്നു, 4 റഷ്യൻ സിറ്റിസൺസ് ഉണ്ടായിരുന്നു, 2 കൊറിയൻ സിറ്റിസൺസ്
എന്നിട്ട് ഒരു അർജന്റീനിയൻ സിറ്റിസൺസ് ഇവരൊക്കെയാണ് മരിച്ചുപോയത്. ഷെറിൻ, ഇപ്പോൾ ഈ 5 ഇന്ത്യക്കാരിൽ ഇവർ ഏതൊക്കെ സ്റ്റേറ്റിൽ നിന്നുള്ളവരാണ് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഇപ്പം ഈ ഓവറോൾ ഒരു ലിസ്റ്റാണ് ഇപ്പം പുറത്താക്കി വെക്കുന്നത് നേപ്പാൾ എയർപോർട്ട് അതോറിറ്റീസ്. ഇപ്പം ഈ ലിസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഈ ഇന്ത്യൻസ് 18 ആയിരുന്നു, എവിടുന്നായിരുന്നു. CNN ന്യൂസ് 18 പ്രതിനിധി ഷെറിൻ എലിസബത്ത് ആണ് നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ ഫോൺ ബന്ധത്തിൽ ചെറിയ തകരാർ സംഭവിച്ചിട്ടുണ്ട്. ഷെറിനിലേക്ക് തന്നെ തിരികെ എത്താം. എന്തായാലും ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഈ വിമാന അപകടവുമായി ബന്ധപ്പെട്ട ഷെറിൻ നമുക്ക് പങ്കുവച്ച് നൽകിയത്. 53 നേപ്പാൾ സ്വദേശികളും 10 ഫോറിൻ ആളുകളുമായിരുന്നു, വിദേശികളുമായിരുന്നു ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 5 പേർ ഇന്ത്യക്കാരാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഷെറിൻ തുടരുന്നുണ്ട്. ഷെറിൻ, ഈ കാലാവസ്ഥ പ്രതികൂലമായത് തന്നെയാണ് ഈ ഒരു അപകടത്തിന് കാരണം എന്ന് സ്ഥിരീകരിക്കാറായിട്ടുണ്ടോ? പ്രൈമ ഫേസി, അതായത് ആദ്യത്തെ ഇപ്പം ഒരു റിപ്പോർട്ട് എടുക്കുമ്പോൾ ഇതാണ് അതോറിറ്റീസ് പറയുന്നത്. കോളിന് ചെറിയ സാങ്കേതിക തകരാറുണ്ട്. ഷെറിൻ എലിസബത്ത് ആണ് CNN ന്യൂസ് 18 പ്രതിനിധി നമുക്ക് ഈ വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഷെറിനിലേക്ക് അടുത്ത നിമിഷം എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വളരെ വലിയൊരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. മനു ഭരത് തുടരുന്നുണ്ട് നാഷണൽ ഡെസ്കിൽ നിന്നും, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. മനു ഭരത്, എന്തായാലും ഷെറിൻ നൽകിയ വിവരം അനുസരിച്ച് 53 നേപ്പാൾ സ്വദേശികളും 10 വിദേശികളുമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 5 പേർ ഇന്ത്യക്കാരാണ് എന്നുള്ളത് പൂർണ്ണമായും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വാർത്തയാണ്. വിമാനത്താവളത്തിൽ നിന്ന് ഔദ്യോഗികമായി ഇറക്കിയ ലിസ്റ്റിൽ അത് കൃത്യമായി രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഷെറിൻ നമുക്ക് നൽകുന്ന വിവരം. അതോടൊപ്പം തന്നെ റഷ്യയിൽ നിന്നുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അർജന്റീനയിൽ നിന്നുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്നു ഈ ഒരു യാത്രക്കാരുടെ കണക്ക്. എന്തായാലും വളരെ വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നു. പ്രാഥമികമായി നോക്കുമ്പോൾ കാലാവസ്ഥ പ്രതികൂലമായത് തന്നെയാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായത് എന്നുള്ളതാണ് ഷെറിൻ നമുക്ക് നൽകിയ വിവരം. മനു, കൂട്ടിച്ചേർക്കാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അത് പ്രാഥമികമായും ഈ കാലാവസ്ഥയെ സംബന്ധിച്ച് തന്നെയാണ് ആദ്യഘട്ടത്തിലും ഈ സംശയങ്ങൾ ഉയർന്നത്. കാരണം ഉത്തരേന്ത്യയിലും ഒക്കെ നമുക്കറിയാം കടുത്ത ശൈത്യമുണ്ട്. നേപ്പാളിലും ഈ കാലാവസ്ഥ അത്ര അനുകൂലമല്ലാത്തൊരു സാഹചര്യമാണ്. പക്ഷേ ഇത്തരം ഘട്ടങ്ങളിൽ ഒക്കെ പല കാലാവസ്ഥകളിലും വിമാനം ഇറക്കാൻ കഴിയുന്ന സജ്ജീകരണങ്ങൾ പല വിമാനത്താവളത്തിലുമുണ്ട്. ഇവിടെ അത് എത്രമാത്രം പ്രായോഗികമായി എന്നതാണ് നമുക്ക് ഇനി അവിടെ എന്തൊക്കെ പാളിച്ചകൾ പറ്റി എന്നതാണ് ഇനി നമുക്ക് വ്യക്തമാക്കേണ്ടത്. ഏതായാലും വിമാനത്തിൽ കാലാവസ്ഥയുടെ ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി സാങ്കേതികമായി അത് തുടർന്ന് എന്ത് പിഴവും ഉണ്ടായി എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം പ്രതികൂല കാലാവസ്ഥകളിൽ വിമാനം ഇറക്കുമ്പോൾ പ്രവർത്തിക്കേണ്ട ഓൾ വെതർ ലാൻഡിംഗ് സിസ്റ്റത്തിൽ എന്തൊക്കെ പിഴവുകളുണ്ടായി എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും ഈ വിമാനത്തിൽ ഇന്ത്യക്കാരെ കൂടാതെ നേപ്പാളിൽ നിന്നുള്ളവരെ കൂടാതെ റഷ്യയിൽ നിന്നും കൊറിയയിൽ നിന്നും അർജന്റീനയിൽ നിന്നുമൊക്കെയുള്ള യാത്രക്കാർ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായിരിക്കുന്നു. കുട്ടികൾ ഉണ്ടായിരുന്നു, 2 ചെറിയ കുട്ടികളുണ്ടായിരുന്നു. അതുകൂടാതെ പ്രായപൂർത്തിയാകാത്ത മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു. തുടങ്ങിയ വിവരങ്ങളും പുറത്തു വരുന്നു. ഇവർ എന്തൊക്കെ തരത്തിലുള്ള യാത്രക്കാരായിരുന്നു, ഇവർ ടൂറിസ്റ്റുകൾ എത്ര തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി കുറെ കൂടെ കഴിയുമ്പോൾ അതിലൊക്കെ ഒരു സ്ഥിരീകരണവും വ്യക്തതയും വരും. ഏതായാലും ആരെയും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഈ വിമാന അപകടത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമായ ഒരു ഭാഗം. പെട്ടെന്ന് തന്നെ ഈ വിമാന തകർന്ന ഘട്ടത്തിൽ തന്നെ ഈ രക്ഷാദൗത്യ സംഘത്തിന് അങ്ങോട്ടേക്ക്, അതായത് ഈ റൺവേയിലേക്ക് എത്തിയില്ല, അതിന് മുന്നോടിയായി തന്നെ ഈ വിമാനം മറ്റൊരു സ്ഥലത്ത് തകർന്ന് അടിയുകയായിരുന്നു. അതിനുശേഷം ഉടനടി കത്തി അമർന്നു. ഇതാണ് രക്ഷാദൗത്യ സംഘത്തിന് ആ ഒരു അപകടം നടന്ന സ്ഥലത്തേക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കാത്തതിനൊരു കാരണമല്ലേ? അതെ, അങ്ങോട്ടേക്കുള്ള റോഡ് ആക്സസ് ഉണ്ടായില്ല എന്നതാണ്. അപ്പോൾ ആ രക്ഷാദൗത്യ സംഘം അല്ലെങ്കിൽ ദൗത്യസംഘത്തിന് അങ്ങോട്ടേക്ക് നീങ്ങാനൊക്കെയുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടായി. പെട്ടെന്ന് തന്നെ 2 ഹെലികോപ്റ്ററുകളെ എൻഗേജ് ചെയ്തു എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണ് രക്ഷാസംഘത്തിന് ആദ്യഘട്ടത്തിൽ അങ്ങോട്ട് നീങ്ങാൻ കഴിഞ്ഞത്. പിന്നീട്
കൂടുതൽ ആളുകളെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരെയും അതുപോലെ ഫയർ ഫൈറ്റേഴ്സിനെയും ഒക്കെ അങ്ങോട്ടേക്ക് അയക്കാനായിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞത്. ഏതായാലും അവരെത്തുമ്പോഴേക്കും തന്നെ നമുക്കറിയാം ഈ വിമാനം ക്രാഷ് ലാൻഡിംഗ് ഒക്കെ സംഭവിക്കുന്ന ഘട്ടത്തിൽ തന്നെ പെട്ടെന്ന് അത് തീ പിടിക്കാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. തീ പിടിക്കുമ്പോൾ തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റൽ ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഉരുകാനും തീ കൂടുതൽ പടരാനും ഒക്കെ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ പുക ഭയങ്കരമായ പുക ഉയരുന്നതോടുകൂടി ഈ വിമാനത്തിനകത്തുള്ളവർക്ക് ഒരു വലിയ ബ്രീത്തിങ് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അതോടുകൂടി ഇപ്പോൾ രക്ഷാ ദൗത്യം കൂടുതൽ ദുഷ്കരമാകും. ആളുകളെ രക്ഷപ്പെടുത്തുക എന്നത് വലിയ പ്രയാസമാകും. സാധാരണഗതിയിൽ ലാൻഡ് ചെയ്തതിന് ശേഷം റൺവേയിൽ നിന്ന് തെന്നിമാറി അങ്ങോട്ടെങ്കിലും ഇടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കറിയാം ഈ വിമാനത്താവളത്തിൽ വളരെ എമർജൻസി ആയിട്ട് ആക്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഫയർ ഫൈറ്റേഴ്സ് അതിൻ്റെ തൊട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഈ ഇങ്ങനൊരു വിമാനം നിയന്ത്രണം വിട്ടാണ് വരുന്നതെന്ന് അറിയുമ്പോൾ തന്നെ ഫയർ ഫൈറ്റേഴ്സ് അലേർട്ടാകും. അവർ വിമാനത്തിന് ചുറ്റും എത്തും. പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാനുള്ള സംവിധാനങ്ങളുണ്ടാകും. പക്ഷേ ഇത് ആ എയർപോർട്ടിൻ്റെ റൺവേയിലേക്ക് എത്താത്തത് അതിന് പുറത്തേക്ക് പോയി വീണത് കൊണ്ടാകണം ഈ ഒരു പ്രശ്നം ഉണ്ടായത്. അതെ, ഈ ഒരു ദൃശ്യങ്ങളിൽ നമുക്ക് ലഭ്യമായ ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാണ്. ലാൻഡ് ചെയ്യുന്നതിന് മുന്നോടിയായി വളരെ താഴ്ന്ന് പറക്കുന്നു. അപ്പോൾ തന്നെ നിയന്ത്രണം നഷ്ടമാകുന്ന ഒരു കാഴ്ച നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഫ്ലിപ്പ് ചെയ്തു പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? അതെ, അങ്ങനെ വരാൻ എന്താണ് കാരണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ വിമാനത്തിൻ്റെ അപകടം പല ഘട്ടത്തിലാണ്. നമുക്ക് നേരത്തെയുള്ള പല അപകടങ്ങളിൽ നോക്കുക, കരിപ്പൂരിലൊക്കെ ഉണ്ടായ സാഹചര്യം വിമാനം ഓഫ് ഷൂട്ട് ചെയ്യണം, കുറേ കൂടെ താഴ്ന്നിറങ്ങേണ്ട സമയത്തിന് മുന്നേ വിമാനം അല്ലെങ്കിൽ അതിന് ശേഷം കുറേ കൂടെ മുന്നിലേക്ക് പോയി താഴുന്നൊരു സാഹചര്യം. അങ്ങനെയാണോ എവിടെയാണ് ഈ ജഡ്ജ്മെൻറ്റ് എറർ ഉണ്ടായത് എന്നത് ഒരു ഘടകമാണ്. കാരണം ഈ ഇതിൻ്റെ വിസിബിലിറ്റി, റൺവേ വിസിബിലിറ്റി ഒരു പ്രധാന ഘടകമാണ്. അതുപോലെ അതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിൽ എറർ എങ്ങനെ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇതിൻ്റെ എക്സാക്ട് റീസൺ കുറേ കൂടി ഒരു വിശദമായൊരു പഠനത്തിന് ശേഷം മാത്രമേ നമുക്ക് അത് സംബന്ധിച്ചുള്ളൊരു വ്യക്തത പുറത്തു വരൂ. ഏതായാലും വിമാനം ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ അപകടത്തിന് ഉള്ള സാധ്യത ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, അതൊരു സാങ്കേതിക പിഴവ് വല്ലതുമുണ്ടോ എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. പ്രതികൂലമായ കാലാവസ്ഥയാണ് പ്രാഥമികമായും കണക്കാക്കുന്ന കാരണമെങ്കിൽ പോലും അത്തരമൊരു സാഹചര്യത്തിൽ പാലിക്കേണ്ട മുൻകരുതലുകൾ, നിയമങ്ങൾ ഒക്കെ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇനിയും നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരന്തരം ഇത്തരത്തിലുള്ള അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമായി നേപ്പാൾ മാറുന്നു. കഴിഞ്ഞ വർഷം നമുക്കറിയാം 2022 മെയ്യിൽ സമാനമായ ഒരു വിമാന അപകടം അവിടെ ഉണ്ടാകുന്നു. 4 ഇന്ത്യക്കാരും ആ ഒരു വിമാന അപകടത്തിൽ മരണപ്പെടുകയുണ്ടായി. ഇപ്പോൾ ആ ഒരു വിമാന അപകടങ്ങൾ, ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ള അപകടങ്ങൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഘട്ടങ്ങളിലൊക്കെ പ്രധാനമായും എന്ത് തകരാറിനെ തുടർന്നായിരുന്നു അത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചത്? അതിന്റെ അന്വേഷണം, റിപ്പോർട്ടുകൾ അതൊക്കെ എങ്ങനെയാണ്? ഈ ഏവിയേഷൻ സെക്യൂരിറ്റി ഡാറ്റാ ബേസിലാണ് ഇത്തരം അപകടങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പ്രധാനമായും വരുന്നത്. പലയിടത്തും ഈ സാങ്കേതിക തകരാറുകൾ ആണ് ഈ അപകടത്തിന് ഒരു പ്രധാന വിഷയമാകുന്നത്. പക്ഷേ ഇങ്ങനെ വന്നാൽ തന്നെയും ഈ വിമാനങ്ങൾക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെയും അത് ഇറക്കാനൊക്കെ കഴിയുന്ന, അല്ലെങ്കിൽ അത് കുറേ കൂടെ എമർജൻസി ലാൻഡിങ്ങിനൊക്കെയുള്ള സംവിധാനം പല അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലുമുണ്ട്. ഇനി ഇതിൻ്റെ ഈ മോഡേണൈസേഷനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയാണ് സത്യത്തിൽ ആരംഭിക്കേണ്ടത്. ഇപ്പോൾ ലോകത്തുള്ള പല വിമാനത്താവളങ്ങളും ഈ എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ തക്ക രീതിയിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വെതർ കണ്ടീഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ തക്ക രീതിയിലുള്ള ഫെസിലിറ്റീസ് ഇംപ്രവൈസ് ചെയ്യുന്നൊരു രീതി നമുക്ക് ഇപ്പോൾ പ്രധാനമായും കാണാൻ കഴിയുന്നുണ്ട്. ഇത് എത്ര മാത്രം നേപ്പാൾ അങ്ങനത്തെ നവീകരണത്തിലേക്ക് നീങ്ങി എന്നതിലേക്ക് കൂടിയാണ് ഇപ്പോൾ ഈ വിഷയം നമ്മളെ ശ്രദ്ധ ആകർഷിക്കുന്നത്. ഏതായാലും പക്ഷേ ഇതത്ര ഒരു പഴയ എയർപോർട്ടല്ല. ഇത് പോഖ്ര ഇൻ്റർനാഷണൽ എയർപോർട്ട് ഒരു പഴയ ഔട്ട്ഡേറ്റഡ് ആയ ഒരു എയർപോർട്ടല്ല. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരം ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള എന്ത് സാങ്കേതിക പോരായ്മകൾ ഇവിടെ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പരിശോധന അനിവാര്യമാണ്.
അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഏതായാലും നേപ്പാൾ സർക്കാർ ഇത് ഗൗരവത്തോടു കൂടി ഈ വിഷയം എടുക്കും എന്നാണ് നമുക്ക് കരുതേണ്ടത്. കാരണം അടിയന്തരമായി യോഗം വിളിച്ചിരിക്കുന്നു, മന്ത്രിസഭാ യോഗം വിളിച്ചിരിക്കുന്നു. തുടർന്ന് എന്തൊക്കെ നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം എന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകളും ദ്രുതഗതിയിൽ നടക്കുന്നു. സ്വാഭാവികമായി തീർച്ചയായും മനു, എന്തായാലും 72 പേർ കൊല്ലപ്പെട്ട വലിയൊരു ദുരന്തമാണ് സംഭവിച്ചിട്ടുള്ളത്. അതിൽ നേരത്തെ നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ച് 53 നേപ്പാൾ സ്വദേശികളും ബാക്കി വിദേശികളുമാണ്. അതിൽ 5 ഇന്ത്യക്കാരുണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഏത് സ്റ്റേറ്റിൽ നിന്നുള്ളവരാണ്, ഇവരൊക്കെ ആരാണ് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമല്ല. പക്ഷെ അതേസമയം ഈ ക്യാബിൻ ക്രൂവിലുണ്ടായിരുന്നവർ, അതോടൊപ്പം ഈ വിമാനം നിയന്ത്രിച്ചവർ ആരായിരുന്നു, അതൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഈ ക്രൂവിൽ നമുക്ക് കിട്ടിയ പേരനുസരിച്ച് മൻചുങ് അതുപോലെ അൽമാറത് ഗുർ എന്ന 2 പേരാണ് ഇതിൻ്റെ നിയന്ത്രിച്ചവർ എന്നാണ് വ്യക്തമാകുന്നത്. അതുപോലെ ക്യാബിൻ ക്രൂ ഒരു കമൽ, അതുപോലെ അഞ്ജു കത്തിവാട എന്നീ 2 പേരുടെ പേരുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും അത് സംബന്ധിച്ചൊക്കെയുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം കൂടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇത് പ്രാഥമികമായി കിട്ടുന്ന ഒരു വിവരമാണ്. മറ്റ് യാത്രക്കാർ പാസഞ്ചർ ലിസ്റ്റിൽ കൂടുതലും ഈ 53ഓളം നേപ്പാൾ സ്വദേശികളായിട്ടുള്ള ആളുകൾ തന്നെയാണ്. അർജന്റീനിയൻ ഉണ്ട് എന്നൊരു വിവരം പുറത്തുവരുന്നു. ഫ്രഞ്ച് സിറ്റിസനെ സംബന്ധിച്ച് ഉണ്ട് എന്നൊരു അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളും അവിടെ നിന്ന് വരുന്നുണ്ട്. നേരത്തെ ഇതുകൂടാതെ ഇതിൽ 3 കുട്ടികൾ, 2 പേർ ഇൻഫൻറ്റ് ബേബീസാണ് എന്നതിനെ സംബന്ധിച്ച് ഉള്ള ഒരു സ്ഥിരീകരണവും വന്നിട്ടുണ്ട്. ഏതായാലും 53 പേർ അവിടെ ഉള്ള നേപ്പാളിലെ സ്വദേശികളായ ആളുകൾ തന്നെയാണ്. മൊത്തം ഈ അപകടത്തിൽ അവർക്ക് ജീവൻ നഷ്ടമായിട്ടുള്ളതിൽ 53 പേർ അവിടുത്തെ നേപ്പാൾ പൗരന്മാർ തന്നെയാണ്. മറ്റ് ബാക്കിയുള്ള ആളുകൾക്കാണ് വിവരങ്ങൾ സംബന്ധിച്ചാണ് കുറേ കൂടെ ഒരു സ്ഥിരീകരണം വരേണ്ടത്. അതിൽ ഇന്ത്യക്കാർ 5 പേരുണ്ട് എന്നത് വ്യക്തമായിരിക്കുന്നു. റഷ്യക്കാരുണ്ട്, 4 റഷ്യക്കാർ, 2 കൊറിയൻ, 1 അർജന്റീനിയൻ ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. ഏതായാലും ഇത് സംബന്ധിച്ച് ഈ ഇന്ത്യക്കാർ എങ്ങനെ അവിടെ എത്തി, അവർ ടൂറിസ്റ്റുകളായിരുന്നു, മറ്റ് അവർ ബിസിനസ് ആവശ്യങ്ങൾക്ക് നീങ്ങിയവരാണോ, തുടങ്ങിയ വിവരങ്ങൾ കൂടി ഇനി പുറത്തു വരേണ്ടതുണ്ട്. തീർച്ചയായും ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മനു ഭരത്താണ് വിശദാംശങ്ങൾ നൽകുന്നത്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. നേപ്പാളിൽ വിമാന ദുരന്തത്തിൽ 72 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കൊല്ലപ്പെട്ടവരിൽ 5 ഇന്ത്യക്കാരും ഉണ്ട് എന്നുള്ളത് ഏറെ ദുഃഖകരമായ വാർത്ത. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. പാലക്കാട് ധോണിയിൽ കാട്ടാനയായ PT7 ഇറങ്ങി വ്യാപക കൃഷിനാശം. ഇന്ന് പുലർച്ചെയാണ് ധോണിയിലെ വിവിധയിടങ്ങളിൽ കാട്ടാന ഇറങ്ങിയത്. PT7നെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് ജനുവരി 17-ന് ധോണി മേഖലയിലെ 4 പഞ്ചായത്തുകളിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. ധോണി കുന്നത്തുകളം മേഖലയിലെ സജീവ്, രാധാകൃഷ്ണൻ, ശാന്തകുമാരൻ എന്നിവരുടെ കൃഷിയാണ് കാട്ടാന നശിപ്പിച്ചത്. രാധാകൃഷ്ണന്റെ വീടിന് സമീപം എത്തിയ കാട്ടാന വാഴയും നെൽകൃഷിയും നശിപ്പിച്ചു. ഞങ്ങളൊക്കെ പണ്ട് ഇവിടെ വന്ന 10-30 കൊല്ലമായി ഇവിടെ വന്നിട്ട്, പക്ഷെ ഇന്ന് വരയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല. ഇപ്പോൾ കുറേ ആയിട്ട് ഈ ആനൻ്റെ ശല്യങ്ങൾ കാരണമൊന്നുമില്ലേ? ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ കഴിയാനും. പിന്നെ കൃഷി ചെയ്യാൻ പറ്റില്ല. ഞങ്ങളൊക്കെ 3 പുല്ല് കൃഷി ചെയ്തതാണ്, ഇപ്പോൾ 1 പുല്ലാക്കി. ഇനിയിപ്പോൾ അത് 1 പുല്ല് നിർത്തേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട്. സജീവിന്റെ വിളവെടുക്കാറായ നെല്ലാണ് നശിപ്പിച്ചത്. PT7 ആണ് ഈ മേഖലയിൽ ഇറങ്ങിയത്. ഇതിപ്പോൾ ഇവിടെ നഷ്ടം ഒരു കുറച്ചുള്ളെങ്കിലും എനിക്ക് അപ്പുറത്ത് കുറച്ചൊരു 1.5 ഏക്കറോളം പാടങ്ങളുണ്ട്. അതൊരു 70% മൊത്തം നഷ്ടമായി കഴിഞ്ഞു. അതിലിപ്പോൾ അവിടെ മൊത്തം ഒരു 8-9 ഏക്കറോളം കൃഷിയുണ്ട് മൊത്തത്തിൽ. അതിലിപ്പോൾ ഒരു 70% PT7 നല്ല എല്ലാ ആനകളും കൂടി അത് നശിപ്പിച്ചു കഴിഞ്ഞു. ഇങ്ങനെ പോകുകയാണെങ്കിൽ ധോണിയിലെ നെൽകൃഷി എന്നേക്കുമായി അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്കാണ് പോണത്. PT7നെ പിടികൂടാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് ജനുവരി 17-ന് ധോണി മേഖലയിലെ 4 പഞ്ചായത്തുകളിൽ BJP ഹർത്താൽ പ്രഖ്യാപിച്ചു. മലമ്പുഴ, അകത്തേത്തറ, പുതുപ്പരിയാരം, മുണ്ടൂർ പഞ്ചായത്തുകളിലാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ന്യൂസ് 18 പാലക്കാട്. കേരളത്തിലെ വന്യജീവികളുടെ വംശവർദ്ധനവ് തടയാനുള്ള അനുമതിക്കായി കോടതിയെ സമീപിക്കുമെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. ഇതിനായി നിയമോപദേശം തേടിയിട്ടുണ്ട്.
മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പ്രശ്നങ്ങളില്ല. വന്യമൃഗശല്യത്തെക്കുറിച്ച് പഠിക്കാൻ KFRIയെ ചുമതലപ്പെടുത്തി. കടുവയുടെ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ നാളെ വയനാട്ടിൽ സർവകക്ഷി യോഗം ചേരുമെന്നും മന്ത്രി അറിയിച്ചു. വംശവർദ്ധന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ആവാസ മേഖലയിൽ ഒരു കടുവക്ക് എല്ലാം ഒരു അത്യാവശ്യം സ്പേസ് വേണമല്ലോ. ആ സ്പേസ് ഇല്ലാതായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയതയും യുക്തിബദ്ധതയും ഒന്നുകൂടി ഉറപ്പുവരുത്തണം. അതുകൊണ്ട് KFRIയോട് അടിയന്തരമായ ഒരു പഠനം നടത്തി അവരുടെ ശുപാർശകൾ, പ്രയോജനകരമായ ആ ശുപാർശകൾ കണക്കിലെടുത്തുകൊണ്ട് നിയമനിർമ്മാണം ആവശ്യമുണ്ടെങ്കിൽ നിയമനിർമ്മാണമോ അല്ല സർക്കാർ ഉത്തരവുകൾ മതിയെങ്കിൽ ആ ഉത്തരവുകൾ വെച്ചോ ചെയ്യാനുള്ള നടപടികളിലേക്ക് പോകാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾ കളിക്കുന്നതിനിടെയുണ്ടായ തർക്കത്തിന്റെ പേരിൽ കൊച്ചിയിൽ 11കാരനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയെ രക്ഷിക്കാൻ പോലീസ് ഒത്തുകളിക്കുന്നതായി ആരോപണം. കുട്ടിയെ മർദ്ദിച്ച സുനിത അഫ്സലിനെതിരെ ചുമത്തിയത് ദുർബല വകുപ്പുകളാണെന്നും ചോദ്യം ചെയ്യാൻ പോലും തയ്യാറായില്ലെന്നും കുടുംബം പറയുന്നു. ബുധനാഴ്ച വൈകിട്ട് കങ്ങരപ്പടി കോളോട്ടിമൂലയിലെ മൈതാനത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയായിരുന്നു സംഭവം. മകനുമായുണ്ടായ തർക്കത്തിന്റെ പേരിൽ സുനിത അഫ്സൽ എന്ന യുവതി 11കാരനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് സംഭവത്തിന്റെ ഗൗരവം കുട്ടിയുടെ മാതാപിതാക്കൾക്ക് വ്യക്തമായത്. തുടർന്ന് പോലീസിൽ പരാതി നൽകി. എന്നാൽ സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന ദുർബലമായ വകുപ്പുകളാണ് പ്രതിക്കെതിരെ പോലീസ് ചുമത്തിയതെന്ന് കുട്ടിയുടെ പിതാവ് ന്യൂസ് 18നോട് പറഞ്ഞു. ബാലനീതി നിയമപ്രകാരമുള്ള വകുപ്പുകൾ പോലും ചുമത്തിയില്ല. കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ACPക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. അവര് ജസ്റ്റ് ഇവിടം വരെ 2 പോലീസുകാർ വന്ന് ആ കൊച്ചിന്റെ ഒരു മൊഴിയും കാര്യങ്ങളും എടുത്ത് കൊച്ചു കുറേ പറയാത്ത കാര്യങ്ങളൊക്കെ അതിൽ എഴുതി പരിപാടിയും ചെയ്ത് കാര്യങ്ങളും ചെയ്ത് അവർ പോയി. എന്നിട്ട് ഒരു ദുർബലമായ 2 കേസ് ഇട്ടിട്ട് FIR എഴുതി എനിക്ക് തന്നു. അപ്പം നിലവിലെ ഈ പ്രതി അവരെ രക്ഷിച്ചെടുക്കാന്നുള്ള ഒരു ഇതായിരുന്നു അവരുടെ അജണ്ട. പരിക്കേറ്റ കുട്ടി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ആശുപത്രിയിലെത്തി കുട്ടിയുടെ മൊഴിയെടുത്ത പോലീസ് CCTV ദൃശ്യങ്ങൾ ഇതുവരെ പരിശോധിച്ചിട്ടില്ല. വിഷയത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. പൊങ്കൽ ആഘോഷത്തിൽ തമിഴ്നാട്. പാലക്കാടൻ അതിർത്തി ഗ്രാമങ്ങളും പൊങ്കൽ ആഘോഷത്തിന്റെ ആവേശത്തിലാണ്. പ്ലാച്ചിമടയിൽ നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ റിപ്പോർട്ട്. പൊങ്കലാഘോഷത്തിന്റെ ആവേശത്തിലാണ് പാലക്കാട്ടെ അതിർത്തി ഗ്രാമങ്ങളിലും. ഞാൻ നിൽക്കുന്നത് പ്ലാച്ചിമടയിലാണ്. പ്ലാച്ചിമടയിൽ ജയന്തിയുടെ വീട്ടിൽ ഇപ്പോൾ ഇവിടെ രാവിലെ പൊങ്കൽ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അതിന്റെ അവസാന ഘട്ടത്തിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പൊങ്കൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി പൂജയാണ്. പൂജയ്ക്ക് ശേഷം ഈ പൊങ്കൽ തയ്യാറായ പൊങ്കൽ എല്ലാവർക്കും പ്രസാദമായി നൽകും. കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ അതിഥികളും എല്ലാം ബന്ധുക്കളും എല്ലാം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. ഇന്നലെ ഭോഗി പൊങ്കലാണെങ്കിൽ ഇന്ന് തൈപ്പൊങ്കലാണ്. കാർഷിക വിളവെടുപ്പിന്റെ പ്രധാനപ്പെട്ട ഉത്സവമാണ്. വീടുകളിലാണ് ഈ ചടങ്ങ് നടക്കുക. നാളെ മാട്ടുപൊങ്കൽ കൃഷിയിടത്തിലാണ് നടക്കുന്നത്. എല്ലാവരും ഓരോ വർഷവും അവർക്ക് കിട്ടിയ വിളവെടുപ്പിന്റെയും എല്ലാം തന്നെ ദൈവത്തോട് പ്രാർത്ഥന നടത്തുന്നു, സൂര്യഭഗവാനോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം. ഇപ്പോൾ ഈ ചടങ്ങുകളെല്ലാം ഇന്നത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഈ ചടങ്ങുകൾ കഴിഞ്ഞു, കാലത്തുള്ളത് കഴിഞ്ഞു. സൂര്യപൊങ്കൽ ഇനി വൈകിട്ടാണ്. വൈകിട്ട് മണപ്പൊങ്കൽ. പിന്നെ നാളെ മാട്ടുപൊങ്കൽ, മറ്റന്നാൾ കാണും പൊങ്കൽ. ഒരു പാട്ട് എല്ലാവരും പറഞ്ഞിരുന്നല്ലോ പൊങ്കൽ കഴിഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയാണത്? പൊങ്കലോ ഇത് പൊങ്കൽ ഉണ്ടാകുന്ന സമയത്ത് ആണ് എല്ലാവരും ഏറ്റുചൊല്ലുന്ന ഒരു അതാണ് വലിയ ആവേശം. നമുക്ക് കാണാൻ കഴിയും ഇവിടെ കാപ്പ് കെട്ടിക്കഴിഞ്ഞു. ആദ്യത്തെ ദിവസമാണ് കാപ്പുകെട്ടൽ. ഇപ്പോൾ തൈപ്പൊങ്കൽ. ഈ അലങ്കരിച്ചിരിക്കുന്ന നമുക്ക് അടുപ്പ് കാണാം. അടുപ്പിന് ചുറ്റും അരിക്കോലമിട്ട് അത് അലങ്കരിച്ചിരിക്കുന്നു. കരിമ്പും വാഴയും അതോടൊപ്പം തന്നെ പൂക്കളും കൊണ്ട് കലം അലങ്കരിച്ചിരിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇതിന്റെ കലം മഞ്ഞൾ കൊണ്ട് ആണ്. മഞ്ഞളും പിന്നെ പൂക്കളും വെച്ച് ഈ കലം അലങ്കരിച്ച് അതിനുശേഷം പൂജകൾ നടത്തി ഈ പൂജയിൽ നിന്നും ഈ പൊങ്കൽ പ്രസാദമായി എല്ലാവർക്കും നൽകുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനകൾ, അവരുടെ വിളവെടുപ്പിന്റെ പ്രാർത്ഥനകൾ എല്ലാം ആണ് ഉള്ളത്. ഇപ്പോൾ അതിന്റെ ചടങ്ങുകളാണ്, പൂജാ ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. ഇത് പ്രധാന ഈ വിളവെടുപ്പിന്റെ ഈ പ്രധാനപ്പെട്ട ചടങ്ങുകളാണല്ലേ ഈ പൂജയ്ക്ക്? ഈ പൂജക്കുള്ള ചടങ്ങുകൾ ഇത് വന്നിട്ട് വിനായകൻ പൊങ്കലാണ്. സൂര്യൻ പൊങ്കൽ ഇന്ന്. അപ്പൊ ഇന്ന് വൈകിട്ട് നമ്മളിന് മണപ്പൊങ്കൽ ചക്കനും പിന്നെ മരുമകളും അവര് ഇനി വെക്കുന്നതാണ്. ഇത് ഒരു കൊല്ലത്തിൽ ഒരുക്ക വന്നിട്ട് ഇത് വന്ന് മണപ്പൊങ്കൽ വന്നിട്ട് 1-ാം തീയതി തൈ 1-ാം തീയതി. അത് നാളെ മാട്ടുപ്പൊങ്കൽ മാടുകളൊക്കെ കുളിപ്പാട്ടിയിട്ട് മാടുകളൊക്കെ കൊണ്ടുവന്ന് പെയിന്റ് അടിച്ച് അവരെ ഒരു തോട്ടത്തിൽ കൊണ്ടുവന്നിട്ട്
അവരവർ കറക്റ്റായിട്ട് അവരവർ പൊങ്കലൊക്കെ വെച്ച് അപ്പോൾ ബന്ധുക്കാരോ ബന്ധുക്കാരൊക്കെ കൊടുത്ത് അപ്പുറം ചുറ്റുപാട് അതിന് ഇതൊക്കെ ഉണ്ട്. അവസാനമാണ് കാണാപ്പൊങ്കൽ, പൂപ്പൊങ്കൽ. പൂപ്പൊങ്കൽ പിറ്റേ ദിവസം മൂന്നാമത്തെ ദിവസം കുട്ടികൾക്ക് നമ്മൾ കൊടുക്കും, സീതാനം കൊടുക്കും. അത് കൊടുത്ത് കുട്ടികളിലെ പൂപ്പൊങ്കൽ എന്ന് പറയും, അത് കുട്ടികൾ കൊടുത്തിട്ട് അപ്പോൾ അന്നത്തോടെ അത് കഴിഞ്ഞു. അതാണ് ചടങ്ങുകൾ. എന്തായാലും പൊങ്കലിന്റെ ആഘോഷം, ആ ആഘോഷത്തിന്റെ ആവശ്യത്തിൽ തന്നെയാണ് പാലക്കാട്ടെ അതിർത്തി ഗ്രാമങ്ങളിലും. ക്യാമറാമാൻ പ്രജിത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. കൊച്ചി കാക്കനാട് ഒലിവ് കോട്ട് യാർഡിലെ താമസക്കാർക്ക് വിചിത്ര നിബന്ധനകൾ ഏർപ്പെടുത്തി ഫ്ളാറ്റ് അസോസിയേഷൻ. അതിഥികൾ ഫ്ളാറ്റിൽ എത്തരുതെന്നാണ് നിർദ്ദേശം. രാത്രി 10-ന് ശേഷം ആരും പുറത്തിറങ്ങാനോ ഫ്ളാറ്റിലേക്ക് വരാനോ പാടില്ല. സദാചാര പോലീസിംഗ് ആരോപിച്ച് താമസക്കാരായ 62 പേർ കൊച്ചി DCPക്ക് പരാതി നൽകി. നമ്മളിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ വീടിന്റെ പുറത്ത് വന്നിരുന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഇവിടെ നടക്കാൻ പാടില്ല. ഇപ്പം സ്ത്രീകളും പുരുഷന്മാരും വന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഫ്ളാറ്റിന്റെ താഴെ നമുക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് പറയും. പക്ഷെ അതും ഈ 10 മണിക്ക് ശേഷം പറ്റില്ല. കൊച്ചി ഇൻഫോ പാർക്കിന് സമീപമുള്ള ഒലിവ് കോർട്ട്യാർഡ് ഫ്ളാറ്റ് അസോസിയേഷന്റേതാണ് വിചിത്ര നിബന്ധനകൾ. ഫ്ളാറ്റുകളിൽ അതിഥികൾ എത്തരുതെന്നാണ് ആദ്യ നിർദ്ദേശം. രാത്രി 10 മണിക്ക് ശേഷം പുറത്തുവരാനോ ആരും ഫ്ളാറ്റിലേക്ക് വരാനോ പാടില്ല. അതിഥികൾ വരുന്നതിന് മുമ്പ് തിരിച്ചറിയൽ കാർഡ് നൽകി അസോസിയേഷനിൽ നിന്ന് നേരത്തെ അനുമതി വാങ്ങണം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത്, ഒരു സിനിമാ നടിയാണ്, പുള്ളിക്കാരുടെ ഫേസ് ഐഡി റെക്കഗ്നൈസ് ചെയ്തില്ല എന്നും പറഞ്ഞിട്ട് അവിടെ മാറി നിൽക്കുക. അവരുടെ അടുത്ത് പെരുമാറുന്ന രീതി അവർക്കറിയാം, ഷീസ് എ റെസ്പെക്ടബിൾ പേഴ്സൺ, പക്ഷെ അവരോട് പറയുന്നത് അങ്ങോട്ട് മാറി നിന്നേ. നിബന്ധനകൾ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് മാത്രമാണ് ബാധകം. 500ഓളം ഫ്ളാറ്റുകളുള്ള ഒലിവ് കോർട്ട്യാർഡിൽ വെറും 30 ഫ്ളാറ്റുകളിൽ മാത്രമാണ് ഉടമകൾ താമസിക്കുന്നത്. ബാക്കി മുഴുവൻ വാടകക്കാരാണ്. അവിടുത്തെ ഒരു 500-ലധികം ഉള്ള ഫ്ളാറ്റിന്റെ അകത്ത് മുഴുവനും ടെനൻസ് തന്നെയാണുള്ളത്. 10-30 ഫ്ളാറ്റിൽ മാത്രമേ ഓണേഴ്സ് ഉള്ളൂ. അവർക്ക് ഈ പറയുന്ന റെഗുലേഷൻസ് റൂളും ഒക്കെ ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമ്മളുടെ അവിടെ ഒരു ഗസ്റ്റ് വരണമെങ്കിൽ ഓണർ അവിടേക്ക് ID കാർഡ് കൊടുക്കണം. പക്ഷെ ഓണറിന്റെ ഗസ്റ്റ് ആണെന്ന് വെച്ചാൽ അവിടെ താമസിക്കുന്ന ഓണറിന്റെ ഗസ്റ്റ് ആണെങ്കിൽ ഈ ID കാർഡ് പോലും വാങ്ങി വെക്കുന്ന ഒരു പരിപാടി നമ്മൾ കണ്ടിട്ടില്ല. അസോസിയേഷൻ അംഗങ്ങളുടെ പെരുമാറ്റം മോശമാണെന്നും വാടക കരാറിൽ പറഞ്ഞിട്ടുള്ളതിൽ നിന്നും അധിക തുക ഈടാക്കുന്നുവെന്നും ആരോപണമുണ്ട്. സദാചാര പോലീസിംഗ് ആരോപിച്ച് 62 പേർ കൊച്ചി DCPക്ക് പരാതി നൽകി. ന്യൂസ് 18 കൊച്ചി. ഒരിടവേള കൂടി.